من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യാൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇബാദുർ റഹ്മാന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചവരാണ്. നരകത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ പാതയിലേക്ക് നയിച്ചു കൊണ്ടുവന്നത്. ആ പ്രവാചകനെ റസൂലായി അംഗീകരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വഴിയിലൂടെ ആവുന്നത്ര സൂക്ഷിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ഏതേത് പ്രവർത്തനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതുപോലെ ചെയ്യണം എന്ന് വാശി പിടിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ വഴി കാണിച്ചു തരുന്നത് നേരായ വഴിയാണ്. ആ വഴിയിലേക്ക് നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക, പ്രവാചകരെ നിങ്ങളിലേക്ക് ഈ ഗ്രന്ഥം നാം ഇറക്കിയത് അന്ധകാരത്തിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ആ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് റബ്ബിന്റെ അനുമതി പ്രകാരം താങ്കൾ കൊണ്ടുപോകേണ്ടത് എങ്ങോട്ടാണ്? ഏറ്റവും സ്തുത്യർഹനായ അല്ലെങ്കിൽ പ്രതാപമുള്ള അള്ളാഹുവിന്റെ ആ ഒരു വഴിയിലേക്കാണ് താങ്കൾ അവരെ നയിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന്
അപ്പൊ ആ ഒരു പാതയിലാണ്, ആ ഒരു നേരായ പാതയിൽ സഞ്ചരിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു വേണ്ടി ത്യാഗം ചെയ്തു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് കുറച്ചു മുമ്പ് പറഞ്ഞു, എന്നാലും എന്റെ ഉമ്മത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഊരക്ക് പിടിച്ച് നേരായ വഴിയിലേക്ക് കൊണ്ടുവന്ന ഈ സമൂഹത്തിലും ചിലതൊക്കെ ഭാവിയിൽ വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ട ചില സംഗതികൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി. ഒന്ന്, നബി പറയാണ്, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഭയപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ ഉമ്മത്തിന്റെ മേൽ ഭയപ്പെടുകയാണ്. നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെയൊക്കെ ഉലമാത്തിൽ കിടന്ന നിങ്ങളെ നൂറിലേക്ക് ഞാൻ കൊണ്ടുവന്നു. നിങ്ങൾ നരകക്കുണ്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങളെ പിടിച്ച് സ്വർഗത്തിന്റെ വഴിയിലാക്കി. എന്നാലും ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നെന്താ? ഒന്ന് റസൂൽ പറയാണ്, അൽ അഇമ്മത്തുൽ മുദില്ലീൻ, വഴി തെറ്റിക്കുന്ന നേതാക്കന്മാർ. فإذا وضع السيف في أمتي لم ترفع عنها إلى يوم القيامة. ഞാൻ എന്റെ ജനതയിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇങ്ങനെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരാണ്. അവരുടെ മേൽ വാള് പതിച്ചാലും അന്ത്യനാൾ വരെ അത് ഉയർത്തപ്പെടുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ولا تقوم الساعة حتى تلحق قبائل من أمتي بالمشركين وحتى تعبد قبائل من أمتي الأوثان. എന്റെ ജനതയിൽ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോട് ചേർന്നവരാകും. എന്റെ ജനതയിലെ ധാരാളം സംഘങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുകയില്ല. റസൂല് ഭയപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഈ ദീനാണ് നേരായ ദീന്. അത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ തന്നെ കുറച്ചു കഴിഞ്ഞാൽ ആ ദീനിനെ വിറ്റ് കാശാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പൊ നമ്മളിങ്ങനെ നാട്ടിൽ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും, മനുഷ്യന്റെ നീറിപ്പുകയുന്ന മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താനാണ് അള്ളാഹു ദീനുൽ ഇസ്ലാമിനെ മനുഷ്യർക്ക് നൽകി. പക്ഷെ അതേ ദീൻ തന്നെ ആളുകളെ ചൂഷണം ചെയ്യാൻ, ആളുകളെ പരസ്പരം അടുപ്പിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലേക്ക് ദീന് മാറുക. അതുപോലെ ദീനൊരു വ്യവസായവൽക്കരിച്ച ഒരു ദീനായി മാറുക. ഓരോരുത്തരും സ്വലാത്ത് തുടങ്ങണം. സ്വലാത്ത് തുടങ്ങിയിട്ട് എന്താ ഈ സ്വലാത്ത് തുടങ്ങാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ ആളുകൾക്കൊക്കെ ഈമാനികമായ എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നല്ല, എന്തെങ്കിലുമൊക്കെ വരുമാനം ഉസ്താദിന് ഉണ്ടാകട്ടെ എന്നാണ് ആ ആളെന്നെ പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ അഖാഫു അലാ ഉമ്മതി, ഞാൻ എൻ്റെ ഉമ്മത്തിന്റെ മേൽ ഭയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ എത്രയെത്ര ത്വരീഖത്തുകളാണ്. ഒറ്റ ത്വരീഖത്ത് ഇസ്ലാമിലുള്ളൂ. ഏതാ? പ്രവാചകന്റെ ത്വരീഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചൊരു വഴിയുണ്ട്, ത്വരീഖത്ത്, ഒരു വഴിയുണ്ട്. റസൂൽ കാണിച്ചു, മുന്നിലെ റസൂലല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നമ്മൾ തേടുന്നു അതല്ലേ, എന്നെ ഈ നേരായ മാർഗത്തിലാക്ക്. എന്റെ മുന്നിൽ ആരാ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പ്രവാചകന്മാരുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്. ആ വഴിയിൽ ആ ത്വരീഖത്തേ ഉള്ളൂ, ആ ഒരു ത്വരീഖത്ത്. എന്നാലും നിരവധി ത്വരീഖത്തുകൾ, ആത്മീയതയെ കച്ചവടം ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ പ്രവാചകന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പണം, സാമ്പത്തികമായ ലാഭം എന്ന ഒരു ചിന്ത മാത്രം ഉടലെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരവധി ആളുകൾ നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട,
നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഭയപ്പെടുന്നത് ഇങ്ങനെയാണ്, അതിലേക്ക് പോകാതിരിക്കാൻ ഞാൻ 2 കാര്യം നിങ്ങൾക്ക് വിട്ടേച്ച പോണ്. ഞാൻ നിങ്ങളെ വഴിയാതാരാക്കുന്നില്ല. ഞാൻ പോകുമ്പോ നിങ്ങളെ ഒരു വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ അന്തം വിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കേണ്ടതില്ല. 2 കാര്യം നിങ്ങളിലേക്ക് ഞാൻ വിട്ടേച്ചു തരികയാണ്. നിങ്ങൾ ഒരിക്കലും വഴി തെറ്റുകയില്ല. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി തെറ്റുകയില്ല. കിതാബല്ലാഹി വസുന്നത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഗ്രന്ഥവും ഞാൻ പഠിപ്പിച്ച സുന്നത്തും. എത്ര ലളിതമാണ്, എത്ര ലളിതമായ ഒരു സത്യമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ മാർഗ്ഗം വഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതാണ് റസൂൽ വരച്ചു കാണിച്ചത്. റസൂൽ അത് മണലെ വരച്ചു, ഒരു നേരെ വര വെച്ചു, നിരവധി വരകൾ അതിന്റെ സൈഡിലൊക്കെ വെച്ചു. വഹാദാ സിറാത്തി മുസ്തഖീമ, ഞാൻ കാണിച്ചു തന്ന വഴി ഇതാണ്. അല്ലാഹു പറയാണ് ഫത്തബിഊഹു, ആ പ്രവാചകൻ കാണിച്ചു തന്ന വഴിയെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബല, മറ്റു മാർഗങ്ങളെ മറ്റു ത്വരീഖത്തുകളെ നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. റസൂലിന്റെ ത്വരീഖത്ത് ഉൾക്കൊള്ളുക എന്നതാണ് നമുക്ക് ഏറ്റവും കരണീയമായ മാർഗം. അതില് പൈസ ചെലവില്ല, സാമ്പത്തികമായ ചെലവില്ല. ആരെങ്കിലും നിസ്കരിക്കുന്ന വെള്ളിയാഴ്ച വന്നിരുന്നിട്ട് നമ്മൾ എന്തോ പൈസ എടുത്തു? നമ്മളെ റബ്ബിന്റെ മുമ്പിലാണ് വന്നത്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ കാണുന്ന, നമ്മളെ എല്ലാം അറിയുന്ന ഒരു പടച്ചോൻ. ആ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബ് മാറ്റും. നമുക്ക് ഹൈറാണെങ്കിൽ ഇപ്പൊ മാറ്റിത്തരും. നമുക്ക് ഹൈർ അത് ഉണ്ടാവലാണെങ്കിൽ അത് അവിടെ തന്നെ റബ്ബ് വെക്കും. അതാ റബ്ബ് തീരുമാനിച്ചത്. അങ്ങനെ റബ്ബിനോട് അടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മതി. വേറൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ ഭയപ്പെടുമ്പോഴാണ് ഇത്തരം ആത്മീയതയുടെ ആളുകളുടെ അടുത്തേക്ക് പോവുക. അതുകൊണ്ടാണ് നബി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചു, മോനെ യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ എനിക്ക് കുറച്ച് കലിമത്ത് പഠിപ്പിച്ചു തരാം. ഇത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഭയപ്പെടണ്ട. മോനെ, കുട്ടിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ ഇഹ്ഫദില്ലാഹ്, ഇജ അല്ലാഹനെ സൂക്ഷിച്ചു എന്നാൽ യഹ്ഫദുക. സുബ്ഹാനല്ലാഹ്, പോരെ അല്ലാഹനെ നീ സൂക്ഷിച്ചാൽ, നിന്നെ ഉണ്ടാക്കിയ, നിനക്ക് വീട് തന്ന, നിന്നെ ജനിപ്പിച്ച, നിന്നെ ഇന്ന നാട്ടിലാക്കിയ, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന റബ്ബ് യഹ്ഫദില്ലാഹ്, അല്ലാഹു നോക്കും. അള്ളാഹനെ സൂക്ഷിച്ചാൽ മതി. കുട്ടിനെ പറയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തജാഹക, നിന്റെ മുമ്പിൽ നിനക്ക് അല്ലാഹുവിനെ കാണാം. വഇദാ സഅൽത, നിനക്ക് വല്ല ആവശ്യവുമുണ്ട്, ജീവിതത്തിൽ നിനക്ക് വല്ല പ്രയാസവും നേരിടുന്ന സമയത്ത് നിനക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവിനോട് നീ ചോദിക്കേ. വഇദസ്തഅൻത, നിനക്ക് വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സഹായം ചോദിക്കേ. അപ്പൊ നമ്മുടെ കഴിവിനപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു സഹായം തേടുന്നിടത്തേക്ക് നമ്മുടെ ഹൃദയം വരുമ്പോ, നമ്മുടെ മനസ്സ് വരുമ്പോ, നമ്മൾ ഏതെങ്കിലും ആത്മീയ കച്ചവടം നടത്തുന്ന ആളത്തേക്ക് പോകണ്ട. അള്ളണ്ട് അതിനേക്കാളടുത്ത്, നിന്റെ കണ്ടനാടിയേക്കാൾ നിന്നെ പറ്റി ഏറ്റവും അറിയുന്നത് ഞാനാണ്. എന്നോട് നീ പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തിയതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചുകൂടി. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇങ്ങനെ ഈ മാർഗത്തിൽ ഉറച്ചിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. لا تزول طائفة من أمتي على الحق ظاهرين لا يضرهم من يخذلهم حتى يأتي أمر الله. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ഒന്നും സംഭവിക്കാത്ത ഈ ഹക്കിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹം അത് അവസാന സമയം വരെ ഉണ്ടാകുന്ന. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതെന്താ അവരുടെ പ്രത്യേകത? അവർ കിതാബുള്ള, സുന്നത്ത് റസൂലുള്ള, ലളിതൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം നോക്കും, വിശുദ്ധ ഖുർആൻ നോക്കും, അതിൽ പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ വിശദീകരണം റസൂല് പറഞ്ഞിട്ടുണ്ടാവും. അത് മതി.
എന്നിട്ടോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. അവർക്ക് ലക്ഷ്യം എന്താണ്? അവർക്ക് ലക്ഷ്യം അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കല. ഭൗതിക രംഗത്തെ വിഭവങ്ങൾ ദീന കൊണ്ടുണ്ടാക്കലല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കണം. അപ്പോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത് ധാരാളം കാണുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും കളഞ്ഞു കുളിക്കുന്ന രൂപത്തില് നമ്മൾ അത്തരം ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളുടെ ഇരകളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് സകലതും സമർപ്പിക്കുക. തരാൻ കഴിവുള്ളവൻ, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാന് നമ്മളൊരു ആവശ്യം ചോദിച്ചിട്ട് തരാൻ കഴിയൂല എന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ വലിയ വിഡ്ഢി വേറെ ആരുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ അറിയുന്ന റബ്ബ്, ആ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ റബ്ബ് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക് എല്ലാവർക്കും. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ട മറ്റൊന്ന്, അൻ കഅബ് ബിൻ ഇയാദ് ഖാല സമിഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ട രണ്ടാമത്തെ സംഗതി എന്താ വെച്ചാൽ, എല്ലാ ഉമ്മത്തിനും ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ ഫിത്ന അൽ മാൽ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട ആളിങ്ങനെ കണ്ണിന് മുമ്പിൽ കാണും. രണ്ടാമത്തോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എൻ്റെ സമൂഹത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നത് പണാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറാൻ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ അബൂ സഈദ് അൽ ഖുദരി എന്ന് പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ ദാത യൗമിൻ അലൽ മിൻബരി വജലസ്നാ ഹൗലഹു. പ്രവാചകൻ വന്ന് മിൻബറിൽ ഇരുന്നു, ഞങ്ങൾ പ്രവാചകന്റെ ചുറ്റിലും ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നി മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയ വസീനത്തിഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ദീർഘവീക്ഷണം. റസൂൽ പറയാണ്, ഇന്നി മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി, എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഒരു സാധനം എന്താണ്? മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയ വസീനത്തിഹാ. ഐഹിക ആഡംബരവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. അത് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അന്ന് നിങ്ങളെല്ലാം മാറും. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നൽകിയ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിനുള്ള സാമ്പത്തികമായ സമൃദ്ധിയും അതിന്റെ ആഡംബരവും എത്രയാണ്. പക്ഷെ എന്താണ് പോകണത്? എന്താ സംഭവിക്കുന്നത്? അത് വരുന്ന സന്ദർഭത്തിൽ അതിനു വേണ്ടി എല്ലാം മറക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞ സംഗതികൾ വരെ മറക്കുക. നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മളിലേക്ക് തന്നെ നോക്കുക. അവസാനം നമ്മളെടുത്ത് എത്തിക്കാൻ നമ്മളിപ്പോ ഒരാള് ഒരു കച്ചവടം തുടങ്ങിയ, അപ്പോ ജുമാക്കും ആഴ്ചയിൽ 3 ദിവസം വരുന്നുണ്ട്. രണ്ടാമത്തെ കച്ചവടം തുടങ്ങിയപ്പോ ജുമാക്ക് മാത്രമേ, മൂന്നാമത്തെ ആയപ്പോ ജുമാക്ക് തിരക്ക്. ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്താ കുറഞ്ഞോണ്ട്? നാളെ കവറിലേക്ക് പോകേണ്ട സംഗതി കുറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ ഭയപ്പെടുന്നത്, നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്താ വെച്ചോ, എനിക്ക് വല്ലാത്തൊരു പേടി. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അഖ്ശാകും അലൈക്കുമുൽ ഫഖർ. നിങ്ങൾക്ക് ദരിദ്രരായി മുസ്ലിം ഉമ്മത്ത് ആകെ ദാരിദ്ര്യം പിടിച്ച് അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിന്നനി അഖ്ശാ അലൈക്കും അത്തകാസുർ. പോരാ, ഒന്ന് പോരാ, രണ്ട് പോരാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദീനാറിന്റെ അടിമ നശിച്ചു പോട്ടെ. കാരണം എന്താ? ഒരു മല മൊത്തം സ്വർണ്ണാക്കി കൊടുത്തല്ല, ഒരു മല മൊത്തം സ്വർണ്ണാക്കി. അപ്പൊ മൂപ്പരായിരിക്കുന്നത് വെച്ചപ്പോ ഇതുപോലെ അടുത്ത മലയും കൂടി സ്വർണ്ണ ആയെങ്കിൽ നോക്കി, ഇത് അല്ല കൊടുത്തിട്ട് ഓന്റെ ചിന്ത എന്താ? അവിടെ നിൽക്കണ്ടോ? അല്ല, തകാസുർ. അധികം ഉണ്ടാകട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, അൽഹാകുമുത്തകാസുർ.
അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കും, നിങ്ങളെ മെനക്കെടുത്ത അവസ്ഥയിലേക്കാക്കും. അത്തകാസുർ ആധിക്യം, ദുനിയാവിന്റെ ആധിക്യം ഉണ്ടാവട്ടെ എന്ന ചിന്ത. എന്ന് റസൂൽ പറയാണ്, വമാ അഖ്ശാ അലൈക്കുമുൽ ഖതഉ ഞാൻ നിങ്ങളുടെ മേൽ തെറ്റിനെ ഭയപ്പെടുന്നില്ല, വലാകിന്നനി അഖ്ശാ അലൈക്കും അത്തഅമ്മുദ പക്ഷേ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന ഒന്ന് ബോധപൂർവമായ തെറ്റുകളാണ്. തെറ്റ് സംഭവിക്കും, മനുഷ്യ സഹജമാണ്, അത് വന്നു പോകും. പക്ഷെ നിങ്ങൾ ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചിട്ട് തെറ്റിന്റെ നോർമലൈസേഷനാണ്. അതൊക്കെ തെറ്റാ, അത് പെടുത്തൂടെ, അതൊക്കെ പെടുക്കാൻ ഇങ്ങനെ നിങ്ങൾ ബോധപൂർവം ആ തെറ്റിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് രണ്ടാമത് ഭയപ്പെട്ട ഒന്ന് ഈ ദുനിയാവുമായി അതിലേക്ക് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്ന. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വാർത്ത വായിച്ചാലും ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി ദീന് തന്നെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ദീനിയായ കൽപ്പനകൾ തന്നെ വലിച്ചെറിയുക. എന്തിന്? താൽക്കാലിക സുഖം. പൊരുത്തനെ കൂടെ ഒളിച്ചോടുന്ന ആൾ ആരോഗ്യം എന്താണ്? ആ ഒളിച്ചോടുന്ന സമയം, ആ അവരിൽ നിന്ന് കിട്ടുന്ന എന്തോ ഒരു ചെറിയ സുഖം, അത് എത്ര ഉണ്ടാകും? ഒരസുഖം വരെ ഒരസുഖം ഉണ്ടായി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടല്ല, കുറച്ചല്ലല്ലോ, ഒരു 10, 40, 50, 60 വയസ്സ് കഴിഞ്ഞത്. അത്ര കുറഞ്ഞ കാലഘട്ടത്തിലെ സുഖത്തിന് വേണ്ടി അനശ്വരമായ സുഖം നഷ്ടപ്പെടുത്തുക. ഇത് അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ട ഒന്നാണ്. മൂന്നാമതൊന്ന് അല്ലാഹുവിന്റെ റസൂല് ഭയപ്പെട്ടത് അബാദത്ത് ബിൻ തമീം റളിയല്ലാഹു അൻഹു പറയാണ്, യാ നആയ അൽ അറബ് യാ നആയ അൽ അറബ് സലാസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ അറബികളെ നിങ്ങൾക്ക് നാശമാണ്. ഇന്ന അഖ്വഖു മാ അഖാഫു അലൈക്കും അർരിയാ അശ്ശഹവത്തുൻ ഖഫിയ്യ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു സംഗതി ചെറിയ ശിർക്കാണ്, റിയാ ലോകമാന്യത. രണ്ടാമത്തേത് ശഹവത്തുൻ ഖഫിയ്യ ഗോപ്യമായ ഇച്ഛയാണ്. അപ്പൊ ഒന്നാമത്തെ എന്താ? ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? عن أبي سعيد رضي الله عنه قال خرجنا علينا رسول الله صلى الله عليه وسلم ونحن نتذاكر مسيح الدجال. ഞങ്ങൾ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അവിടെ മസീഹ് ദജ്ജാലിനെ സംബന്ധിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാം. പള്ളിയിൽ വെച്ച് മസീഹ് ദജ്ജാലിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം ഞങ്ങൾ പരസ്പരം ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈനാ ഞങ്ങളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. റസൂൽ ഇങ്ങനെ കേട്ടു, ഓ മസീഹ് ദജ്ജാലിനെ പറ്റിയുള്ള ചർച്ചയാണ്. എന്നാലേ അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിൻ മസീഹ് ദജ്ജാൽ മസീഹ് ദജ്ജാലിനേക്കാളും എന്റെ അടുത്ത് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഫഖാല ഖുൽനാ ബലാ യാ റസൂലല്ലാഹ് അങ്ങനെയാണെങ്കിൽ റസൂലേ അതിനേക്കാൾ വലിയ അപകടമുള്ള ഒന്നുണ്ടോ? എന്നാ ഞങ്ങൾക്ക് പറഞ്ഞേരി. റസൂലുള്ളാഹി പറയാണ്, അശ്ശിർകുൽ ഖഫീ ശിർകുൽ ഖഫീ അൻ യഖൂമ الرجل يصلي فيزين صلاته لما يرى من نظر رجل. അതാ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇനി ഒരു ഉമ്മത്ത് വരാണ്ട്, ഒരു ടീം നമുക്ക് പിന്നിൽ വരാണ്ട്, ഞാൻ ഭയപ്പെടുന്നത് മസീഹ് ദജ്ജാലിനേക്കാൾ അപ്പുറത്ത് ഭയപ്പെടുന്നത് അശ്ശിർകുൽ ഖഫീ ഗോപ്യമായ ശിർക്കാണ്. അന്ന് റസൂൽ ഉദാഹരണം പറഞ്ഞെടുക്കാണ്. എങ്ങനെ കണ്ടോ? അയ്യഖൂമ റജുലു ഒരു മനുഷ്യൻ നിൽക്കും, യുസല്ലി അവൻ നിസ്കരിക്കാൻ നിൽക്കും, എന്നിട്ടോ ഫയുസയ്യിനു സ്വലാത്തഹു അവന്റെ നമസ്കാരം നന്നാക്കും. എപ്പോഴ്? ലിമാ യറാ മൻ നദറ റജുലിൻ ഒരാൾ ഓനെ നോക്കുന്നുണ്ട് കണ്ടാൽ ഓന്റെ നിസ്കാരം നല്ല ശരിയാക്കും. റസൂൽ ഭയപ്പെട്ടതാ റസൂലിന്റെ ഉമ്മത്തിന് പോലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഓരോന്ന് വായിക്കുമ്പോൾ പഠിച്ചോനെ റസൂൽ എന്നെ പറ്റിയാണ് പറഞ്ഞ് എന്ന് തോന്നുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് 2 കാര്യം. ചെറിയ ശിർക്ക് റിയാ ആണ്. അതാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരാൾ കാണുന്നുണ്ട് കണ്ടാല് അതൊന്ന് നന്നാക്കുക. അപ്പൊ ഓന്റെ ലക്ഷ്യം എന്താ? അള്ളല്ല, അതാണ് ശിർക്ക്, പങ്ക്. ലക്ഷ്യന്മാരാണ്. നമ്മൾ കൊടുക്കുന്ന 100 റുപ്യ ഇങ്ങനെ എടുത്തപ്പോ 4 ആള് വരുന്ന എടുക്കുന്ന സമയത്ത് ആ 100 മാറ്റിയിട്ട് 500 ആക്കി കൊടുത്തതിന് ഒരു കാര്യമില്ല. എന്തേ? ആ കൊടുക്കണത് ചിന്ത മാറി. എന്ത്? ഞാൻ 100 കൊടുത്താൽ ഓലൊക്കെ എന്ത് വിചാരിക്കും? 500 കടക്കട്ടെ. ഓല് കാണാൻ വേണ്ടി കൊടുക്കുക.
ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ ഭയപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂൽ ഭയപ്പെട്ടത് ഇന്ന് നാട്ടിൽ നിന്ന് നടക്കുകയാണ്. രണ്ടാമത് ആ ഹദീസിൽ പറഞ്ഞത് അശ്ശഹവത്തുൽ ഖഫീ, ഗോപ്യമായ ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? അത് വ്യഭിചാരമാണ്. അഭിഹിതങ്ങളുടെ ഒരു പരമ്പരാണ്. ഓരോ സ്ഥലത്തോട് സഞ്ചരിച്ചാലും കേൾക്കണേ അഭിഹിതങ്ങള്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നത്തുൻ അദറു അല റിജാലി മിനൻ നിസാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഓരോന്നും ഇങ്ങനെ വരികയാണ്. സയ്യിദ് റളിയല്ലാഹു പറയാണ്, നബി പറഞ്ഞു, പുരുഷന് സ്ത്രീകളെക്കാൾ വിലയായ ഒരു ഫിത്നയും ഞാൻ എൻ്റെ കാലശേഷം വിട്ടേച്ചിട്ടില്ല. മാ തറക്തു ബഅദി, എനിക്ക് ശേഷം ഞാൻ വിട്ടേക്കുന്നില്ല. ഫിത്നത്തുൻ, ഒരു പരീക്ഷണം അല്ലെങ്കിൽ വലിയൊരു ഫിത്ന, അദറു അല റിജാൽ, പുരുഷന് ഏറ്റവും വലിയ ഇടങ്ങേറ് ആരാണ്? മിനൻ നിസാ, പെണ്ണായിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ എങ്ങനെ വ്യാപിച്ചപ്പോ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാണ്? സ്വകാര്യതകൾ മാറാണ്. സ്വകാര്യതയുടെ നിർവചനം മാറാണ്. പണ്ടത്തെ സ്വകാര്യത നമ്മുടെ അങ്ങാടിയിൽ, പണ്ട് നമ്മുടെ അങ്ങാടിയിൽ എന്ത് ചെയ്യും? മാറിക്കും ഒന്ന് ഉള്ളോട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തായി? ആ സ്വകാര്യത നമ്മുടെ ഡിവൈസിലേക്ക് മാറി. ആ ഡിവൈസുകൾ ഇന്ന് പലപ്പോഴും പലർക്കും മേശപ്പുറത്ത് വെച്ച് പോകാൻ പേടിയാ. കാരണം എന്താ? സ്വന്തം വീട്ടില് പെണ്ണുങ്ങള് അവരുടെ മൊബൈല് വെച്ചാൽ ബേജാറ്. ആ വീട്ടില് ആണ് മൊബൈൽ വെച്ച് മറന്നു പോയാൽ ബേജാറ്. ഒരിക്കല് ഒരാള് ഫോൺ വെച്ച് മറന്ന് വീട്ടില് മറന്നു വെച്ച് പോയി. വീട്ടില് മറന്നു വെച്ച് പോയാലും ബേജാറാന്റെ ആവശ്യമില്ല. വീട്ടിലല്ലേ, പെണ്ണുങ്ങള് കുട്ടികളല്ലേ, ഒന്നും. പക്ഷെ ബേജാറ് എന്താ? അതെങ്ങാനും ഭാര്യ എടുത്താൽ, പ്രിയപ്പെട്ടവരെ, എല്ലാവരും അങ്ങനെ ആയി തീർന്നാൽ എന്തുണ്ടാവും? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഡിവൈസുകളെ, നമ്മുടെ സ്വകാര്യതകളെ മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഗോപ്യമായ ഇച്ഛകൾ, അതായത് ശഹ്വത്തുൻ ഖഫീ എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരം എന്ന് പറഞ്ഞ ഈ സംഗതി ഇന്ന് വ്യാപകമായിരിക്കാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഏറ്റവും വലിയ ഫിത്നയായിട്ട് ആളുകൾക്ക് ഉണ്ടാവും. ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അത് വലിയാണ്. പ്രവാചകൻ വിശദീകരിച്ച മറ്റൊരു ഹദീസ് നോക്കി, ഇന്നി അഖാഫു അലാ ഉമ്മത്തി ഇത്നൈൻ, രണ്ട് കാര്യം ഞാൻ എൻ്റെ സമൂഹത്തിൽ ഭയപ്പെടുന്നുണ്ട്. അൽ ഖുർആനു വൽ ലബൻ, ഒന്ന് ഖുർആനാണ്, ഒന്ന് പാലാണ്. അമ്മൽ ലബൻ, എന്താണ് ഈ പാല്? ഫയബ്തഗൂന അർരീഫ് അൽ ബാദിയ വയബ്തഗൂന അശ്ശഹവാത്ത്. ഒരാൾ എന്ത് ചെയ്യും? ഖുർആനും പാലും എന്ന് പറഞ്ഞാൽ, പാല് നല്ല ഒരു താഴ്വരയിൽ കാലികളും കൃഷികളും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന ആള്, അയാൾ എന്ത് ചെയ്യും? അമ്മ യബ്തഗൂന അർരീഫ്, അവന് ഒരു താഴ്വരയിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ അവൻ ആഗ്രഹിക്കുക, വയത്തബിഊന അശ്ശഹവാതി വയത്റുകൂന അസ്സലാത്ത്. അതിൽ പറഞ്ഞ ഖുർആൻ എന്ന് പറയുന്ന സംഗതി എന്താ വെച്ചാല്, അവന്റെ ശഹവാത്തുകൾ, അവന്റെ ഇച്ഛകൾ, ആ ഇച്ഛകളെ ആഗ്രഹിച്ചുകൊണ്ട് അവനിൽ ഉണ്ടായിരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ദിക്റ്, ഖുർആൻ ഒക്കെ എല്ലാം മാറ്റിക്കും. അതാണ് അതെന്തെയും ആ ഒരു അവസ്ഥയിലേക്ക് അവൻ മാറും. അതാണ് അമ്മൽ ലബൻ എന്ന് പറഞ്ഞാൽ, അതായത് ഷഹവാത്തുകൾ. ആ പാല് എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നു, അർരീഫ് ഒരു ബാദിയ, ഒരു താഴ്വര അവൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് ആ ഷഹവാത്തിന്റെ പിന്നാലെ അവൻ പോകുന്നു, നമസ്കാരം ഒഴിവാക്കുന്നു. അതാണ് പാല്. അതായത് അവൻ എന്ത് ചെയ്യും? നല്ല ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോകും. എന്നാൽ അമ്മൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയതഅല്ലമൂനഹു അൽ മുനാഫിഖൂന വയുജാദിലൂന ബിഹി അൽ മുഅ്മിനീന. എന്തെയും? ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുമായി തർക്കിക്കാൻ വേണ്ടി കപടന്മാരായ ആളുകൾ ഖുർആനെ പഠിക്കണം. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പേര് മുസ്ലിം, എന്നാലും അവന് മുസ്ലിം ഒഴിവാക്കാൻ കഴിയില്ല. എക്സിറ്റ് മുസ്ലിം. എന്നിട്ടോ ഓ പഠിക്കണം എന്തിനാ? ഈ മുഅ്മിനീങ്ങളെ വഴികാടിലാക്കാൻ, മുഅ്മിനീങ്ങളെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ നിന്ന് അതിനെ സംശയം ഉണ്ടാക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച് ലെവലാക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നി അഖാഫു അലാ ഉമ്മത്തി ഇത്നൈൻ. രണ്ടുണ്ട്. ദുനിയാവിന്റെ പിന്നാലെ പോണ ആൾക്കാർ, സൗകര്യങ്ങൾക്ക് പിന്നാലെ പോണ ആൾക്കാർ, മറ്റോ ഖുർആൻ പഠിക്കുക എന്ന വ്യാജേന ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി അതിനെ പഠിച്ചുകൊണ്ടിരിക്കുക. രണ്ടായാലും
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഇറക്കിയത് ആ ഖുർആൻ അള്ളാഹു തന്നെ സംരക്ഷിക്കും. അതിന് യാതൊരു കുഴപ്പമില്ല. കുഴപ്പമായിരിക്കണ്ടയ നമുക്കാണ്. വിശ്വാസ രംഗത്ത് ഉറച്ചു നിൽക്കാൻ നിങ്ങളിൽ എത്ര പേർ ഉണ്ട് എന്നത് പരീക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഫിത്നകളൊക്കെ ഉണ്ടാക്കുന്നത്. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിശുദ്ധ ഖുർആനും അതിന്റെ അധ്യാപനങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കണം. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒളിച്ചോടിയാലും അഭിഹിതങ്ങൾ ഉണ്ടായാലും ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പോയാലും ഏത് പരീക്ഷണാലയവും അത് പരീക്ഷണങ്ങളും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ത് വെച്ചാൽ ഖുർആനും പ്രവാചക ചര്യയും ജീവിതത്തിൽ അനുവർത്തിക്കാനുള്ള. അപ്പൊ അങ്ങനെ അനുവർത്തിക്കുന്ന ആടെ മനസ്സിക്ക് ഒരു ചിന്ത വെച്ചിട്ടുണ്ടോ? ഇത് മതി, അൽഹംദുലില്ലാ. ഓന് തൃപ്തി ഉണ്ടാവും, വിട്ടുവീഴ്ച ചെയ്യും, ഓന് ക്ഷമിക്കും, ഓന് നിരന്തരമായി എപ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇവിടെ നിൽക്കണ്ടല്ലോ, ആശുപത്രിക്ക് പോയപ്പോ മനസ്സിലായി കണ്ടമോനം മനുഷ്യർ അവിടെ ഉണ്ട്, ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, നടക്കാൻ പറ്റില്ല. ഇതൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരു തൃപ്തി ഉണ്ടാവില്ല, ക്ഷമിക്കാൻ കഴിയില്ല, ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മ ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ കുറ്റം. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചര്യയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സംതൃപ്തമായ ജീവിതം നമുക്ക് ലഭിക്കും. അത്തരം ആളുകളിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യാൻ. ഇതിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഒന്ന് പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മുൻകറാത്തി അൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാനി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുക മലയാളത്തിലെങ്കിലും റബ്ബിനോട്. ചുറ്റും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നതാണ്. അത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വേണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ്. മിനൽ മുൻകറാത്തിൽ അഖ്ലാഖ്, ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്ന്, വൽ അഅമാലി ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അഹ്വാഇ ചീത്തയായ ഇച്ഛകളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒന്ന് പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് ഖുർആൻ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. ഒരായത്തെങ്കിലും. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ മനുഷ്യന് അവന്റെ ഡിമെൻഷ്യ അതിന്റെ ഒക്കെ എലാസ്റ്റിക് വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗം അറബി പഠനമാണ്. അത് വെച്ച് നോക്കുമ്പോൾ രാവിലെ വിശുദ്ധ ഖുർആന്റെ പാരായണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബൈക്ക് നിങ്ങൾ ഓതി വെക്കുക, ആ ഖുർആൻ നിങ്ങൾക്ക് സാക്ഷിയാവും. അത് നമുക്ക് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്ത് ഗുണമുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ വരുന്നത്. ഒന്ന് രാവിലെ എണീറ്റിട്ട് തഹജ്ജുദിന്റെ നേരത്തെ സുബൈക്ക് മുമ്പ് എണീറ്റ് അതിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെണീറ്റ് എന്നൊരു സുബഹിസ്കരിച്ച് 2 റക്അത്ത് ഖുർആൻ ഓതിയാൽ ഭാവിയിൽ വരാനിരിക്കുന്ന അപ്പോൾ പ്രായമുള്ള ആളുകളിലൊക്കെ കണ്ടുവരുന്ന വലിയൊരു ഇതാണ് ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ഖുർആനിനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരി ചെറിയൊരു പ്രയാസം കാരണം ആശുപത്രിയിലായി അവരിപ്പോ വിശ്രമത്തിലാണ്. അല്ലാഹുവേ, അവർ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അതുപോലെ നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ അവര് ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർ അനുഭവിക്കുന്ന ആ ഒരു പ്രയാസത്തിൽ നിന്ന് ഒരു പരീക്ഷണത്തിൽ നിന്ന് അവർക്ക് നീ ആശ്വാസം നൽകി ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് അവരെ നീ എത്തിക്കണ റഹ്മാനെ. അതുപോലെ നമ്മുടെ സുഹൃത്തിന്റെ ഉമ്മ വല്ലാത്ത പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ,
ജീവിതത്തിൽ ഒരുപാട് 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 നന്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയ മക്കളെ ഒക്കെ നൽകിയിട്ടുള്ള ആ ഉമ്മ ഇന്ന് പ്രയാസത്തിലാണ്. അല്ലാഹുവേ, ആ ഉമ്മക്ക് എല്ലാ തരത്തിലുമുള്ള ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഒരുപാട് 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 വേദനകളിലൂടെ കടന്നു പോവുകയാണ് റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ. അവർക്ക് ഏതാണ് ഖൈർ എന്ന് നിനക്ക് മാത്രമേ അറിയൂ. അവരെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ച് ആ കുടുംബത്തിലേക്ക് തന്നെ എത്തിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖിനെ പ്രദാനം ചെയ്യണം റഹ്മാനെ. അതല്ല, അവർക്ക് ഖൈർ ഏതാണോ ആ ഖൈറിലേക്ക് നീ എത്രയും പെട്ടെന്ന് നീ അവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹുവിന്റെ ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകൾ അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ ഖൈറിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ, ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹുവേ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ എല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിർമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ്. അല്ലാഹുവേ, അവരുടെ ആ വിദേശത്തുള്ള അവരുടെ കച്ചവടത്തിൽ, ബിസിനസ് ഏർപ്പാടുകൾ എല്ലാത്തിലും ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ഏർപ്പാടുകളിൽ ഖൈറിനെ, ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ പ്രായമായ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ പ്രയാസകരമായ രോഗങ്ങളിൽ നിന്ന് അവർക്ക് പൂർണ്ണമായ മുക്തി നൽകി ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകി ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. استغفر الله لي ولكم.